ഇന്നലെ രാത്രിയിൽ ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് രാവിലെ കുറച്ച് വൈകിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. എഴുന്നേറ്റ് വന്നപാടെ എൻ്റെ ഒരു നഖവും പൊട്ടിപ്പോയിട്ടുണ്ട്. മുടിയിൽ കുടുങ്ങിയിട്ട് ചീന്തി പോയതാണ് കേട്ടോ. ഞാൻ നഖം എല്ലാം ഒന്ന് ഒരു ഒപ്പത്തിന് വളർത്തിയെടുക്കാന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒന്ന് പൊട്ടിപ്പോവും. പിന്നെ രാത്രിയിൽ നല്ല ഇടിയും മഴയും മിന്നലൊക്കെ ആയിരുന്നു കേട്ടോ. രാത്രിയല്ല വെളുക്കോളം ഉണ്ടായിരുന്നു കേട്ടോ മഴ. അതുകൊണ്ട് പുറത്ത് മുറ്റത്തൊക്കെ വെള്ളമുണ്ട്. എനിക്ക് മഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. നമുക്ക് സിറ്റ് ഔട്ട് ഇല്ലാത്തതുകൊണ്ട് മഴ പെയ്താൽ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ മഴ പെയ്തുകൊണ്ട് തന്നെ രാവിലെ ഒരു തണുത്ത കാലാവസ്ഥയാണ് കേട്ടോ. പിന്നെ ഇത് ഞങ്ങളുടെ ഇന്നലെ രാത്രി വരെയുള്ള പണിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് നമ്മുടെ വീടിന്റെ മുമ്പിൽ ഒരു ബാംബു ഹൗസ്, കുറേ ചെടികൾ, അതിന്റെ ഇടയിൽ ഒരു ബാംബു ഹൗസ് ഒക്കെ എന്റെ സ്വപ്നമാണ്. പക്ഷെ ഇത് ബാംബു ഹൗസ് ഒന്നും അല്ല, ഇത് ഞങ്ങളുടെ വിറക് വരെയാണ്. ബാക്കിൽ വർക്ക് ഏരിയ ചെയ്യുന്ന സമയത്ത് കെട്ടാന്നൊക്കെ വിചാരിച്ചു, മഴ ആയതുകൊണ്ട് ഒന്നും നടക്കൂല കേട്ടോ. അതുകൊണ്ട് വീടിന്റെ ഫ്രണ്ടിൽ തന്നെ തട്ടിക്കൂട്ടി ചെയ്തതാണ്. ഇന്ന് ഈ മാവ് എനിക്ക് രണ്ടാമത്തെ തവണയാണ് കേട്ടോ പണി വരുന്നത്. രാവിലെ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ അടുപ്പിന്റെ അവിടെയൊക്കെ പൊന്തി ഒഴുകിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവച്ചതാണ്. പുറത്തൊക്കെ പോയി വരുമ്പോഴത്തേക്ക് പിന്നെയും പൊന്തിയിട്ട് മാവ് താഴെ പോയിട്ടുണ്ട് കേട്ടോ. ചില സമയത്ത് മാവ് ഒട്ടും പൊന്തൂല, പക്ഷെ പൊന്തി കഴിഞ്ഞാൽ അത് ഒടുക്കത്തെ പൊന്തലും ആയിരിക്കും. പിന്നെ മാവ് ഇങ്ങനെ പൊന്തി കാണുന്നതിന്റെ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇന്ന് എൻ്റെ കൂടെ അടുക്കളയിൽ അമ്മയും ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, അമ്മയും കുട്ടികളും 2 ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാണ്. അമ്മ അങ്ങനെ വല്ലപ്പോഴും ആണ് കേട്ടോ 2 ദിവസമൊക്കെ നിൽക്കാനായിട്ട് വരിക. അമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ നോക്കേണ്ട ആവശ്യമില്ല. അമ്മ എല്ലാം ഏറ്റെടുത്ത് ചെയ്യണ്ടെന്ന് പറഞ്ഞാലും അമ്മ ചെയ്യും കേട്ടോ. പിന്നെ അമ്മയുടെ കൂടെ അടുക്കളയിൽ നിന്ന് പണി ചെയ്യാൻ എനിക്കും ഇഷ്ടമാണ്. പിന്നെ നമുക്ക് ഇവിടെ ഉണ്ടല്ലോ ആരെങ്കിലൊക്കെ വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മുടെ വീടിന്റെ അടുത്തൊന്നും അങ്ങനെ വീടുകളില്ല, അങ്ങനെ ഒച്ചപ്പാടും ബഹളവും ഒന്നും ഇല്ല. ആരെങ്കിലൊക്കെ വീട്ടിലേക്ക് വന്നാലാണ് കേട്ടോ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ ബന്ധുക്കാരെന്ന് പറയാൻ ഒരുപാടൊന്നും വരാനില്ല, എൻ്റെ വീട്ടിൽ നിന്നാണ് വരാനുള്ളൂ. അപ്പൊ ഇവര് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്. അപ്പൊ ഇന്ന് രാവിലത്തേക്ക് ഞങ്ങൾ ഇഡലിയും സാമ്പാറും ചട്നിയാണ് കേട്ടോ. അപ്പൊ സാമ്പാർ തലേദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങളും വേഗം ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അമ്മയുടെ മുടി കറുപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ്. അമ്മ കൂടുതലും കെമിക്കൽ ഹെയർ ഡൈ ആണ് കേട്ടോ ചെയ്യുക. അപ്പൊ കെമിക്കൽ ഹെയർ ഡൈ നമ്മുടെ മുടിക്ക് അത്ര നല്ലതല്ലല്ലോ. അപ്പൊ ഞാൻ നാച്ചുറൽ ആയിട്ട് ഒരു പരീക്ഷണമാണ്, നമ്മൾ ഹെന്നി ഒന്നും ചെയ്യാതെ എളുപ്പത്തിൽ കറുപ്പിക്കാൻ പറ്റിയ ഒരു പാക്കാണ്. ഞാൻ പറഞ്ഞല്ലോ ഇത് പരീക്ഷണമാണ്. ഇത് വിജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. എന്റെ മെയിൻ പരീക്ഷണ വസ്തു അമ്മയാണ്. അങ്ങനെയല്ല, അമ്മമാരാണല്ലോ നമുക്ക് ഇതിനൊക്കെ നിന്ന് തരിക. അപ്പൊ പാക്കൊക്കെ ഇട്ട് അമ്മയ്ക്ക് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ അങ്ങനെ വെക്കണം. അതിന്റെ ഇടയിൽ കൂടെ ഞാൻ ചിക്കൻ കറി വെച്ചു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ചിക്കൻ കറി വെച്ചതാണ്. ഞാൻ ചില്ലി ചിക്കനൊക്കെയാണ് ഉദ്ദേശിച്ചത്. കുഴപ്പമില്ലാതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ ക്യാപ്സിക്കൊക്കെ ഇട്ടിട്ട് പൊരിച്ചിട്ടൊക്കെ വെക്കൂലേ, ആ രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പം എല്ലാവരും ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാവരും വേഗം ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ ഞാവൽപ്പഴവും പഞ്ചസാര നെല്ലിയൊക്കെ പറിച്ചു തരാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇവരെ പറമ്പിലേക്ക് കൊണ്ടുവന്നത്. അവിടെ പോയി നോക്കുമ്പോൾ ഒന്നുപോലും ഇല്ല കേട്ടോ. ഇന്നലത്തെ മഴയിൽ എല്ലാം പൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയത് ആകെ മുട്ടപ്പഴമാണ്. കുട്ടികൾക്ക് മുട്ടപ്പഴം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അമ്മയ്ക്കും ഇഷ്ടമാണ്. എനിക്ക് ഇതിനോട് അങ്ങനെ വലിയ താല്പര്യമില്ല കേട്ടോ. ഇതിന്റെ ആ ഒരു ടേസ്റ്റ് എനിക്ക് വലിയ ഇഷ്ടമല്ല. അത്യാവശ്യം പഴുത്തതുണ്ടായിരുന്നു. പിന്നെ ഒരുവിധം പഴുക്കാനായതൊക്കെ ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. നാളെ അമ്മ പോകുമ്പോൾ അമ്മയ്ക്ക് കൊടുത്തു വിടാലോ. അപ്പൊ ഞങ്ങൾക്ക് ഞാവലും പഞ്ചസാര നെല്ലിയും ഒന്നും കിട്ടിയില്ല. ആകെ കിട്ടിയത് മുട്ടപ്പഴമാണ്. പിന്നെ വൈകുന്നേരം ആയി കേട്ടോ. ഇവർ വന്നു കഴിയുമ്പോൾ എത്ര പെട്ടെന്നാണെന്ന് അറിയാം സമയം പോകുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ 2 ദിവസം ആയത് അറിഞ്ഞില്ല കേട്ടോ. എനിക്ക് അവിടെ വീട്ടിൽ പോയി നിന്നാലും ഇങ്ങനെയാണ് ദിവസം പോകുന്നത് അറിയില്ല. അവർ ഇങ്ങോട്ട് വന്നാലും അങ്ങനെ തന്നെയാണ്. ഇനി നാളെ പോകുമ്പോൾ എന്തായാലും ഒരു വിഷമം ഉണ്ടാവും കേട്ടോ. എന്നെക്കാളും വിഷമം കുഞ്ഞൂസിനായിരിക്കും. കുഞ്ഞൂസിന് 2 ദിവസം അവൻ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.